ഇനി അതല്ലാതെ ഫുൾ ടൈം ആയിട്ടുള്ള റെഗുലർ ബിടെക്കോ ബിഇഒ ചെയ്ത ഏതൊരു സ്റ്റുഡൻറ്റിനും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഹലോ എവ്രി വൺ. ആകാശത്തിലൂടെ പറക്കുന്ന എയ്റോപ്ലെയിൻസിനെ നിയന്ത്രിക്കുന്ന പൈലറ്റ്സിനെ പറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പൈലറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു നെഗറ്റീവ് മാർക്കിംഗ് പോലും ഇല്ലാത്ത ഒരൊറ്റ എക്സാമിലൂടെയാണ് ഈ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 13 ലക്ഷം രൂപയുടെ CTC, അതുകൂടാതെ തന്നെ മെഡിക്കൽ അലവൻസ്, സ്ട്രെസ് അലവൻസ് എന്നിങ്ങനെ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് ഈ ഒരു ജോലിക്ക്. ഇപ്പോൾ ഇതാ ഈ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ചൂടോടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ATC എക്സാമിന്റെ, അതായത് എയർ ട്രാഫിക് കൺട്രോളർ ജൂനിയർ എക്സിക്യൂട്ടീവ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ, അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഈ വർഷം 2025 റിക്രൂട്ട്മെന്റ് ഉടനെ ഉണ്ടാവുന്നതാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഈ വരുന്ന ഏപ്രിൽ 25 മുതൽ മെയ് 24 വരെ ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. അതിനുശേഷം വരുന്ന ഒരൊറ്റ എക്സാമിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ചെന്നെത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആദ്യം തന്നെ നോക്കാം. സോ ആദ്യം തന്നെ എന്താണ് ഒരു ATC, അല്ലെങ്കിൽ ആരാണ് ഒരു ATC എന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വലിയ വലിയ തിരക്കേറിയ സിറ്റീസിലൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഒരു ട്രാഫിക് പോലീസിനെ അല്ലെങ്കിൽ ഒരു ട്രാഫിക് കൺട്രോളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് തന്നെ നമ്മുടെ എയർപ്ലെയിൻസിന്റെ ട്രാഫിക്കിനെ നിയന്ത്രിക്കുന്ന ഒരു കൺട്രോളറെയാണ് നമ്മൾ സാധാരണ എയർ ട്രാഫിക് കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ ഓഫീസർ ATCO എന്നൊക്കെ പറയുന്നത്. സോ അപ്പോൾ ഈ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ്. സോ ഈ ഒരു പോസ്റ്റിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മാർക്കിംഗ് പോലും ഇല്ലാത്ത എക്സാമിലൂടെയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ചെന്നെത്താവുന്നത് എന്നത് തന്നെയാണ്. ഇനി മറ്റുള്ള എക്സാംസ് പോലെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് എക്സാംസോ അതിനുശേഷമുള്ള പല പല ലെവൽസ് ഓഫ് ഇൻ്റർവ്യൂസോ അങ്ങനെ ഒന്നും തന്നെ ഈ പോസ്റ്റിനില്ല. ഒരൊറ്റ സെലക്ഷൻ പ്രോസസ്സ്, അതായത് ഒരൊറ്റ എക്സാമിനേഷൻ, അതിനുശേഷം വരുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വോയിസ് ടെസ്റ്റിനും ശേഷം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് ശേഷം ATC ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ സെലക്ഷൻ പ്രോസസ്സ് വളരെയധികം ഫാസ്റ്റ് ആണ് ഈ ഒരു ജോലിക്ക് എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് ഈ ജോലിയിലേക്ക് വരുന്ന മിനിമം വിദ്യാഭ്യാസ യോഗ്യത BSc അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ഏതൊരു ബിരുദധാരിക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് BSc കഴിഞ്ഞവർക്കും എഞ്ചിനീയറിംഗ്, അത് BTech ആകാം BE ആകാം, ഇത് രണ്ടും പാസ്സായവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജോലികളെ പോലെ കോമ്പറ്റീഷൻ ഇച്ചിരി കുറവായിട്ടുള്ള ഒരു ജോലിയാണ് ATCയുടെ ഈ ഒരു ജോലിയിൽ വരുന്നത്. ഓക്കെ, ഇനി നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഇനി ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.aai.aero എന്ന വെബ്സൈറ്റിന്റെ താഴെ കരിയേഴ്സ് എന്നൊരു ടാബ് ഉണ്ടാകും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അതിൻ്റെ കൂടെ ക്ലിക്ക് ടു അപ്ലൈ എന്ന് പറയുന്ന ബട്ടണും കാണാം. ഇതിലൂടെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഫീ പേയ്മെൻറ്റും എല്ലാം തന്നെ ഫുള്ളി ഓൺലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ പെൺകുട്ടികൾക്ക് കംപ്ലീറ്റ് ഫീ എക്സംഷൻ ആണ് വരുന്നത്. സോ സ്ത്രീകൾ 1 രൂപ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി ഇത് നമ്മുടെ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ റിസർവ്ഡ് ആയിട്ടുള്ള SC ST കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഇനി നിങ്ങൾ OBC കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 വർഷത്തെ റിലാക്സേഷനും ലഭിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13 ലക്ഷം രൂപയാണ്. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ബിരുദം അല്ലെങ്കിൽ നമ്മുടെ നോർമലി പറയുന്ന ഡിഗ്രി ഇൻ സയൻസ് BSc വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ BSc ഫിസിക്സും BSc മാത്സും മാത്രമല്ല, നിങ്ങൾ BScയുടെ ഏത് സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മാത്സും ഫിസിക്സും മെയിൻ ആയിട്ടോ സബ്സിഡിയറി ആയിട്ടോ പഠിച്ചാൽ മതി. അതായത് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾ ഫിസിക്സും മാത്സും ഏതെങ്കിലും ഒരു സെമ്മിൽ പഠിച്ചിട്ട് ഉള്ളതിൻ്റെ മാർക്ക് ആ മാർക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഫൈനൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെമ്മിൻ്റെ റിസൾട്ടിൻ്റെ ഷീറ്റിലോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എലിജിബിൾ ആണ്. ഇനി അതല്ലാതെ ഫുൾ ടൈം ആയിട്ടുള്ള റെഗുലർ BTechോ BEO ചെയ്ത ഏതൊരു സ്റ്റുഡൻറ്റിനും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫൈനൽ ഇയറിൽ ഉള്ളവർക്കും ഈ വർഷം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
ഗിവൻ ദാറ്റ് എക്സാമിന് ശേഷം വരുന്ന ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ മേ ബി എക്സാം നടക്കുന്നത് ഒരു ജൂണിലൊക്കെ ആണെങ്കിൽ അതിനുശേഷം റിസൾട്ട് വന്നിട്ടാണ് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നടക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. സോ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഈ എക്സാമിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഹാൻസ് സാലറി പറയുകയാണെങ്കിൽ 13 ലക്ഷം രൂപയാണ് നമ്മുടെ CTC എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഏകദേശം ഒരു 6 to 9 മാസം വരുന്ന ട്രെയിനിങ് ഉണ്ട് ഈ ജോലിയിൽ. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ സമയത്ത് വരെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് അല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ബേസിക് പേ തന്നെയാണ് ലഭിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ട്രെയിനിങ്ങിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ കിട്ടിയതിന് ശേഷം റേറ്റിങ്ങിനൊക്കെ ശേഷം 1 ലക്ഷം രൂപയുടെ മുകളിലേക്ക് നിങ്ങളുടെ ശമ്പളം വർദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ജോലിയുടെ ഇൻഹാൻസ് സാലറി. സെലക്ഷൻ പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ ഓൺലൈൻ എക്സാം മാത്രമാണുള്ളൂ. ആ എക്സാമിനാകട്ടെ 2 ഭാഗങ്ങൾ, പാർട്ട് A ആൻഡ് പാർട്ട് B ഉണ്ട്. പാർട്ട് എയിൽ നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റീസണിങ്, മാത്സ്, ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ്. അതിനുശേഷം പാർട്ട് ബിയിൽ കോർ സബ്ജക്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ 11th-ലും 12th-ലും പഠിച്ചിട്ടുള്ള മാത്സും ഫിസിക്സും, അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 2 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ ഈ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വോയിസ് ടെസ്റ്റിനും വിളിക്കുന്നതായിരിക്കും. സോ ഈ വോയിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫീഷ്യൻസി അളക്കുന്ന ഒരു ടെസ്റ്റ് അല്ല, പകരം നിങ്ങളുടെ ഉച്ചാരണം അല്ലേ, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങൾക്ക് സ്റ്റാമറിംഗ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് വോയിസ് ടെസ്റ്റ്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഒരു ഡ്രഗ് ടെസ്റ്റും നടത്തും. അതിനുശേഷം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ പ്ലേസ്മെന്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉള്ളൂ. അതിൽ നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സെപ്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. BSc പഠിച്ച ഏതൊരാൾക്കും, BTechോ BEയോ പഠിച്ച ഏതൊരാൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. വളരെ ഉന്നതമായിട്ടുള്ള, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോലി തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ സ്വന്തമാക്കാം. ഓക്കെ, സോ ഇതിനെപ്പറ്റി, ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയും ഇതിന് നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സസിനെ പറ്റിയും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് നമ്മളെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്ര നല്ല സാലറി തരുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിന്റെ എല്ലാ ബെനിഫിറ്റോടു കൂടി, അതിൻ്റെ കൂടെ എക്സ്ട്രാ ബെനിഫിറ്റ്സും കൂടി വരുന്ന വളരെ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണിത്. സോ ഈ അവസരം നിങ്ങൾ ആരും മിസ്സാക്കി കളയരുത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.